ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കുറച്ച് 3-4 ദിവസമൊക്കെ ആയിട്ടോ വീഡിയോ ഇട്ടിട്ട്. ഇത്താൻ്റെ പാട്ടും അതുപോലെ തന്നെ ഓരോ തിരക്കും കാര്യമൊക്കെ ആയിട്ട് പാടിത്തരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അതും ഇട്ടിട്ടില്ല. അപ്പം ഒന്ന് ചെറുതായിട്ടൊരു വ്ളോഗ് ഇട്ടുകണം. മക്കൾക്ക് സ്കൂളും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് +2 മോള് പഠിക്കണം. അപ്പോൾ ഫോണിൽ ഒരുപാട് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അങ്ങനെ ഇടാനൊന്നും പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇടാത്തത്. ഇന്ന് മോൾക്ക് കുറച്ച് നേരത്തെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്ക് പെട്ടെന്ന് ചോറൊക്കെ ഇടാം. ആദ്യം തന്നെ ഒക്കെ ചോറ് ആക്കി കൊടുത്താൽ പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഓക്ക് കൊടുക്കാമെന്ന് എഴുതിങ്ങാട് ആദ്യം തന്നെ ഞാൻ ചോറ് പാത്രത്തിൽ ആക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അടുപ്പിൽ കത്തിക്കലില്ല കേട്ടോ. കുറേ വയ്ക്കണം അടുപ്പിൽ കത്തിച്ചിട്ട്. അപ്പം ഇന്ന് ഈ മഞ്ഞപ്പിത്തവും കാര്യമൊക്കെ ഇങ്ങനെ കേൾക്കണമല്ലേ എല്ലായിടത്തും. അപ്പം കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിച്ചെടുക്കാമെന്ന് കരുതിയാണ്ട് ഞാൻ അടുപ്പത്ത് കത്തിക്കുകയാണ്. അങ്ങനെ ഒന്ന് അടുപ്പിലാണ് അപ്പമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ചോറ് വേവുമ്പോൾ ഒരു ഹാഫ് വേഗിലൊക്കെ കുറച്ച് എടുത്തൊക്കെയാണ് ഇങ്ങനെ നേരത്തെ പോകണമെന്ന് പറയുമ്പോൾ. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വേവിച്ചങ്ങാണ്ട് അത് കൊടുത്തു. പിന്നെ കിഴങ്ങ് പൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് അച്ചാറൊക്കെയാണ് നോക്ക് സ്കൂൾക്ക് കൊടുത്തയച്ചത്. അപ്പോൾ അത് പാത്രത്തിലാക്കിയാണ്ട് പെട്ടെന്ന് അപ്പം കറി അതും ഉണ്ടാക്കി നോക്കില്ലത് വേഗം കൊടുക്കണം. അപ്പോൾ ഞങ്ങളെ കുഞ്ഞാമിയും മൂത്തമ്മിയും വന്നിക്കണിട്ടെന്ന് ഓര് വരും പറഞ്ഞതിന് പോലെ. പിന്നെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി അനിയത്തിയാണ് കേട്ടോ. ഇപ്പോൾ വരണം പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഉപ്പാൻ്റെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഓല് വന്നതാണ് പേരെ കാണാനേ. പേരെ ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ആകെ ഞാൻ വൈകുന്നേരം പറയും ഉപ്പാക്ക് ആയിരത്തില്ലേ. പിന്നെന്താ ഉമ്മ വരൂല. ഉമ്മാക്ക് മടിയാ. വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞാൽ ഉമ്മ വരൂല. മൂത്തമ്മാനത്ത് പോയിരുന്ന ശരി. എന്തുമാ കുഞ്ഞാമ്മക്ക് പാട്ട് അടി കൊടുത്ത് ആ കൊടുത്തില്ലേ സുട്ട് പാടി കൊടുക്കും. മൂത്തമ്മാക്ക് ഒരു പാട്ട് അടി കൊടുത്താ കിട്ടേ. മൂത്തമ്മാക്ക് പാടി കൊടുക്കും ശരി. പാടി ഇനി വേറെ പാട്ട് പാടിക്കണം. കിട്ടി. അവിടെ പോയിരുന്ന് പാട്. അമ്മ മാറ്റിരുന്ന് പാട് ശരി. കുഞ്ഞുമോന് കാട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ മൂത്തമ്മ കുറേക്കണി ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട്. മൂത്തമ്മക്ക് സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്. മൂത്തമ്മാൻ്റെ മകളെ കുട്ടിയാണ്. അപ്പം മൂത്തമ്മക്ക് പേരൊക്കെ വാടക പെരിയിലും ഇപ്പം വീടൊക്കെ വെച്ച് കയറി താമസമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അമ്മയൊക്കെ പോയിനു. അപ്പോൾ വീട് കാണാൻ വരണം എന്നൊക്കെ പറയണേ എന്നോട്. അപ്പോൾ ഞാനിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തങ്ങാണ്ട് നിങ്ങളെ വീടൊക്കെ വീഡിയോ എടുക്കണം മൂത്തമ്മ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പം ഞാനൊരു ദിവസം മൂത്തമ്മാൻ്റെ അവിടേക്ക് പോകണ വീഡിയോ ഒക്കെ എടുത്ത് വിടുന്നുണ്ട് ഇൻഷാ അല്ലാ. മൂത്തമ്മക്ക് ആദ്യം ഒരു വീടുണ്ടായിന് കേട്ടോ. അത് കുറച്ച് കടവും കാര്യമൊക്കെ ആയപ്പോൾ അത് വിറ്റുങ്ങാണ്ട് പിന്നെ ഇതുവരെ വീടൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു വാടകയ്ക്കേനു താമസം. ഇപ്പോൾ 2 മാസമായി പുതിയ വീടൊക്കെ വെച്ച് കയറി താമസം കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊന്നും പോയിട്ടുണ്ടായില്ല കാണാൻ. അപ്പം ഞാൻ ഒരു ദിവസം പോകണമെന്ന് കരുതി നിൽക്കുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ വരാനൊക്കെയാണ് മൂത്തമ്മ പറയുന്നത്. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. മൂത്തമ്മക്ക് സുഖമില്ലാത്ത കുട്ടീനെ മക്കളടുത്തൊക്കെ ആക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് പോകണം പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.